എഴുതാനും വായിക്കാനും പഠിച്ചാൽ മതി. ഞാൻ പഠിച്ചിട്ടേ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്നത്. ആണോ അല്ലയോ? ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ചത് ഞാൻ പഠിച്ചിട്ടാ അടിക്കും. നീ എഴുതിയില്ല നിന്നെ ഞാൻ അടിക്കും. നിനക്ക് ഈ എഴുതുന്നതിന് എന്താ പ്രോബ്ലം? ഇത് ഇങ്ങനെ എഴുതിയ പോരെ, എനിക്ക് കാണാതെ എഴുതി കാണിക്കണം. നീ എന്തിനാ കരയുന്നതിന്? കാണാതെ എഴുതി കാണിക്കുമ്പോ മമ്മി അടുത്ത ദിവസം പരീക്ഷയാ. നിന്റെ പരീക്ഷയ്ക്ക് ഞാൻ പോയി എഴുതട്ടെ. ഞാൻ നാളെ പോയി മാമിനോട് ചോദിക്കാം. ഇത്രയും പ്രോബ്ലം ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ കുഞ്ഞിനൊരു മെഡൽ കൊടുക്കാൻ എന്താന്ന്. കുഞ്ഞിനോടോ? അടുത്ത പ്രാവശ്യം ആ ഫ്രണ്ടിനോട് പറയണം മെഡൽ. ഓ, മെഡലിന്റെ മണ്ടേ പേരിട്ട് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ മായ്ക്കാൻ പറ്റത്തില്ല. ആ പോട്ട്, എന്തായാലും ഇനിയെങ്കിലും പഠിച്ച് മെഡൽ മേടിയില്ല. നമ്മള് മാമിനെ ഒന്നും അങ്ങനെ പറയരുതേ. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. ഞാൻ ഇഷ്ടം പോലെ എഴുതും, നീ എഴുതും. പഠിച്ചെങ്കിലേ ജോലി കിട്ടത്തുള്ളൂ. പഠിക്കാത്തവർക്ക് ഇത് പിന്നെ ആരെഴുതും? നാളെ രാവിലെ തൊട്ട് അടുക്കള പോയി തേച്ച് മടക്ക തൂത്തുവാര ഈ വീടെല്ലാം വൃത്തിയാക്കിയിട. പഠിക്കാൻ പോണ്ട. പിന്നെ പഠിക്കണം. പഠിച്ചെങ്കിലല്ലേ ജോലി കിട്ടത്തുള്ളൂ. ബുക്ക് ഞാൻ തല്ലി ഞാൻ കൊല്ലു ഇനി ഇവിടെ ഒച്ച വെച്ച. ആ സ്റ്റാർ മേടിക്കണം. പെമ്പിള്ളേരാകുമ്പോ അങ്ങനെ പഠിച്ചിട്ട് സ്റ്റാർ മേടിക്കണം. എന്താടി നിന്റെ യൂണിഫോം എനിക്ക് താടി. എടി നിന്റെ യൂണിഫോം എനിക്ക് താ. ഞാൻ ഇട്ട് നാളെ മുതൽ നിനക്ക് പകരമായിട്ട് സ്കൂളിൽ പോയി അവിടെ പോയിരിക്കുക നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ. എന്തോ പറയും? ആ, നിനക്ക് പഠിക്കാൻ വയ്യെങ്കിൽ നിന്റെ യൂണിഫോം ഇട്ട് ഞാൻ പോയിരിക്കും. ഞാൻ പഠിച്ചോണ്ടല്ലേ നിന്നെ പഠിപ്പിച്ചത്. ഒരു കാര്യം ചെയ്യ്, നീ പോണ്ട നാളെ മുതൽ സ്കൂളില്. നീ പോണ്ട. നീ നാളെ അല്ലല്ല, ഇവള് നാളെ മുതൽ സ്കൂളിൽ പോവണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ യൂണിഫോം ഇട്ട് ഇവിടെ ക്ലാസ്സിൽ പോയിരിക്കുക. നാളെ മുതൽ ആ യൂണിഫോം കഴുകിയിട്ട്. എന്താ നിനക്ക് ഈ പ്രാവശ്യം മെഡൽ കിട്ടാഞ്ഞേ? അവൾ നിന്റെ ഫ്രണ്ടിന് 5ഉം 3ഉം മെഡൽ കിട്ടിയ എന്തിനാന്നറിയാവോ? അവള് പഠിച്ചിട്ട് അവൾക്ക് കിട്ടിയത്. നിനക്ക് കിട്ടാൻ എന്റെ കുഴപ്പമാണോ? നിന്നോട് ഞാൻ പറഞ്ഞോ പഠിക്കാന്? മാമിനെന്തോ പ്രോബ്ലം വരാനാ നീ പഠിക്കാത്തേനെ? പഠിക്കാൻ ഞാൻ എന്തോ ഒന്ന് പറയണം. പക്ഷെ ചില നേരം മടിയാന്നേ ഉള്ളൂ. കണ്ടോ? അതുകൊണ്ടാ പ്രശ്നം പറ്റും.